ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗേൾസ് ട്രിപ്പിന് പോവാണേ. ഗൈസ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഒരു ഇൻട്രോ സെറ്റാക്കിയത്. എൻ്റെ വീട്ടിലെ കോഴിയും എൻ്റെ കൊച്ചും അങ്ങോട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് നോയി, അമ്മ ട്രിപ്പ് പോയിട്ട് വരാട്ടോ. പ്ലീസ് അമ്മ പൊക്കോട്ടെ പൊക്കോട്ടെ പ്ലീസ് നോയി. ഗൈസ്, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. നോയിനോട് പറഞ്ഞു, നോയിക്ക് വലിയ കുഴപ്പമില്ല. ബേസിലെ ഗേൾസ് ട്രിപ്പിന് പോകുന്ന എന്നോട് എന്താണ് പറയാനുള്ളത്? അതെന്താ ബേസിൽ വേണ്ട പിരിഞ്ഞിരിക്കാൻ വയ്യേ? ഞാനങ്ങ് മാറേണ്ട താമസം നോയിനെ പൊക്കിയിട്ട് ഹരീഷേട്ടന്റെ അടുത്ത് പോകും ചില്ല് ചെയ്യാൻ. നൂനും പോകുന്നില്ല, നോയും പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ? എന്താടാ പ്രത്യേകിച്ച് ഓക്കെ, ബേസിന്റെ അഡ്വൈസ് ഞാൻ എടുത്തിരിക്കുന്നു. ബേസിൽ എന്നെ ബെന്നിയിലിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഞങ്ങൾ ആദ്യനെ പിക്ക് ചെയ്തു. ഇനി കാക്കനാട് പോയി സനേനെ പിക്ക് ചെയ്തു. ആദ്യനെ നോക്കൂ, ആദ്യം ഭയങ്കര സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. മീറ്റിങ്ങിന് പോവാണ്. ബെന്നിയാണ് ഞങ്ങളുടെ ഡ്രൈവർ. മീറ്റിംഗ് ആണ്. ഇനിയിപ്പോ ഞങ്ങൾ 3 പേരായി. ഇനി ഞങ്ങൾക്ക് സനേനെ പിക്ക് ചെയ്യണം കേട്ടോ. സനേനെ കൂടെ പിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. എന്തൊക്കെയാ ഐറ്റം മേടിക്കണ്ടേ? നമുക്ക് കുറച്ച് ചിപ്സ്, പിന്നെന്താ കുടിക്കാൻ കുറച്ച് ഐറ്റംസ്, ജ്യൂസ്, ഞങ്ങളില്ലേ നമ്മൾ എന്താ ഹൈദരാബാദ് ട്രിപ്പ് പോയേ? 2022 തോന്നുന്നല്ലേ? 2023 നോയി ഉണ്ടായത്. അതെ, അപ്പൊ 22 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് 2025 വേറൊരു ഗേൾസ് ട്രിപ്പ് പോകുന്നത്. പക്ഷെ ട്രിപ്പ് അല്ല, ട്രിപ്പ് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ബേബീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റേക്കേഷൻ പോയാലാണ് ബേബീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലോങ് ട്രിപ്പ് ആ സമയത്തിന് വേറെ ആർക്കെങ്കിലും ബേബീസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും കേട്ടോ. അതാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ. അതെ, ഞങ്ങൾ എവിടെ ലോങ് ട്രിപ്പ് പോകണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അതെ, നിങ്ങൾ കമന്റ് ചെയ്യണേ, നമ്മൾ അവിടെ പോയിരിക്കും. ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് കുറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം, നല്ലതല്ലേ? അപ്പം ഞാനും ആദ്യം കൂടെ കാക്കനാട് എത്തിയപ്പോൾ ഒരു കടയിൽ കയറി കുറച്ച് സ്നാക്സ് എന്ന് വെച്ചാൽ കുറച്ച് മിക്സറും കപ്പ വറുത്തതൊക്കെ മേടിച്ചു. ബെന്നി സനേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സനയുടെ അക്യുമിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയതാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇതൊന്നും കഴിക്കാറില്ല. പിന്നെ ട്രിപ്പിനൊക്കെ പോകാല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി സന എത്തി. അപ്പോൾ നമ്മുടെ ട്രൈബ് അങ്ങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല, അഗാപ്പെ കോവ് എന്നാണ് കേട്ടോ പേര്. എയർബിഎൻബി എടുത്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു 4:30 ആയത്തേനും നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടിൽ ഞങ്ങൾ നിർത്തിയിട്ടോ. ബെന്നി അവിടെ വെച്ച് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബെന്നിക്ക് ഈ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളത് എൻകറേജ് ചെയ്തില്ല. അതുകൊണ്ട് എടുത്ത സാധനം അതുപോലെ തന്നെ പാവം ബെന്നി തിരിച്ചു വെച്ചു. ഞങ്ങൾ പിന്നെ അവിടെ ചായയും സ്നാക്സൊക്കെ കുടിച്ചു. പിന്നെ അവിടെ കുറച്ച് ബനാന ചിപ്സ് ഉണ്ടായിരുന്നു, ഈ പല ഫ്ലേവറിലുള്ള. അപ്പം നമ്മൾ കുറച്ച് പെരി പെരി ബനാന ചിപ്സ് മേടിച്ചിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗേറ്റ് തുറക്കാനുള്ള എൻ്റെ പരിശ്രമമാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ പിന്നൊക്കെ ഉപയോഗിച്ച് ലോക്ക് തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗേറ്റ് തുറക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. ലാസ്റ്റ് ആദ്യമാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്ത് ഗേറ്റ് ഒന്ന് തുറന്നത്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഗേറ്റ് ഒക്കെ തുറന്നിട്ട്, ഇത് ഗേറ്റിൽ തന്നെ വെക്കണോ? ഗേറ്റ് അടക്കണോ? അതെനിക്കറിയില്ല. കൂട്ടണോ? നമ്മൾ കൂട്ടണോ? യെസ്, ഞങ്ങൾ 4 പെൺപിള്ളേരെ തന്നെ ആയതുകൊണ്ട് ഞങ്ങളത് പൂട്ടാന്ന് വെച്ചു. ഐ പൂട്ടിക്കോ.
കാണാം. എന്താ മീനുണ്ടോ? എന്താ പറഞ്ഞ? ഓ ഗൈസ്, ഇതാണ് കേട്ടോ പൂൾ. കണ്ടിട്ട് അത്യാവശ്യം ആഴമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആഴം പ്രശ്നമില്ല. ബെന്നിക്ക് ആഴം പേടിയാണോ? എനിക്ക് ആഴം പേടിയില്ല. പണ്ട് ഞാൻ ചെറിയൊരു ഭയം. ആ ഒരു ഫോട്ടോ എടുക്കട്ടെ. എയർപോർട്ടിന്റെ അടുത്തായോണ്ട് ഗൈസ് ദേ വിമാനമൊക്കെ പോകുന്നേ. ഇത് കുറച്ചുകൂടെ താന്ന് പറക്കൂലേ? ഞങ്ങൾക്ക് പൂള് പുറത്തു നോക്കിയപ്പോൾ കുറച്ച് ആഴമുള്ള പോലെ തോന്നി. അപ്പോൾ നമുക്ക് സംശയം അങ്ങ് മാറ്റാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് വെച്ചിട്ട്, കമ്പല്ല, ഒരു മെറ്റലിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ എന്തോ ഒരു ആഴമുണ്ടെന്ന് അളന്ന് നോക്കുവാണ് കേട്ടോ. അളന്ന് നോക്കിയപ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ ഞാൻ ഓർത്തു ഒന്ന് ഇറങ്ങി നോക്കാതെ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നീ ഒത്തിരി ദൂരം നടക്കാനുള്ള പോലെ നടക്കണേ. നിന്റെ കൈ ലെൻസിന്റെ അവിടെയാണോ? അല്ല, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കല്. അപ്പം ഞാൻ പൂളിലിറങ്ങി വലിയ കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തിട്ടോ. അപ്പോൾ അവരിതേ ഡ്രസ്സ് മാറാൻ പോയേക്കാണ് കേട്ടോ. ഗൈസ്, ഇവിടെ ഇല്ലേ റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റംബൂട്ടാൻ നമുക്ക് പറിച്ചൊക്കെ തിന്നാം കേട്ടോ. ഒരു റംബൂട്ടാനേ ഉള്ളൂ, അതിപ്പോൾ ഞാനിങ്ങനെ പറിക്കുക. ഐ, നല്ല രസമുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞങ്ങൾ പൂളിലിറങ്ങി അന്താക്ഷരി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ബെന്നിയുടെ കുറച്ച് സാഹസികമായിട്ടുള്ള കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയാണ് കേട്ടോ. ഞാൻ മങ്കിക്കാണ് കളിച്ചത്, ഞാൻ എമ്മായി. ബാക്കി അവരവിടെ പാട്ടൊക്കെ തകർത്തോണ്ടിരിക്കുക. എനിക്ക് കുറച്ചു നേരം പൂളിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ. എനിക്ക് മാത്രമല്ല ഈ തണുപ്പിൻ്റെ അസുഖം തോന്നുന്നു. പല്ലൊക്കെ കൂട്ടിയിരിക്കുക. ഞാൻ പറയാം, ലാലി ലാലി പോലെയാണെങ്കിൽ ലാലാല ഓക്കെയാണ്. ഓക്കെ ഓക്കെ. നീയപ്പോ എങ്ങനെയാ? അപ്പോൾ ഞാൻ ക്വിക്കായിട്ടൊരു റൂം ടൂർ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ വാഷ്റൂം ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ലിവിങ് റൂമാണ്. അവിടെ ഒരു ദിവാൻ കോട്ടും ഒരു സെറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് TV ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫിൽ കുറേ ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ എടുത്ത് വായിക്കാം. നമുക്ക് പിന്നെ അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ ബുക്കൊന്നും വായിച്ചില്ല. ഞാൻ പിന്നെ ജസ്റ്റ് അവിടെ ഏതൊക്കെ ബുക്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഈ ബുക്സ് വായിച്ചിട്ടുണ്ട്. പിന്നെ Airbnb ആയതുകൊണ്ട് തന്നെ കിച്ചൺ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും കുക്ക് ചെയ്തില്ല. നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേക്കാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിച്ച് തന്നെ തീർന്നില്ല. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്യുകയായിരുന്നു ചെയ്തേ. ഇവിടെ അടുത്ത് സൽക്കാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് സ്വിഗ്ഗി ചെയ്തിട്ടോ.
അപ്പോൾ നമ്മൾ മേടിച്ചത് അപ്പവും ഒരു ബിരിയാണിയും പിന്നെ കുറച്ച് 65 ഞങ്ങൾ നേരത്തെ കഴിച്ചു. പിന്നെ അപ്പത്തിന് ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാൻ പറ്റും. ഞങ്ങൾ ഫ്ലൈറ്റ് കാണാൻ വന്നേക്കുവാ. ഫ്ലൈറ്റ് ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാൻ വന്നേക്കുവാ. പക്ഷെ ഫ്ലൈറ്റ് അങ്ങോട്ട് അവിടെ നോക്കിയാൽ മതി കേട്ടോ ഗൈസ്, ഫ്ലൈറ്റ് വരും. ഇതിന്റെ ലോക്ക് എന്താ? അത് നോക്ക് അലങ്കരിച്ചിട്ടുണ്ട്. അഞ്ചു പണ്ടത്തെ ഏറ്റവും ഇഷ്ടം പറ. ഗൈസ്, നമ്മളിവിടെ വരുമ്പോഴില്ലേ ഫ്ലൈറ്റിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ ക്യാമറയിൽ റെഡി ആയിട്ടിരിക്കണം, എന്നാലാണ് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് ടേക്ക് ഓഫ് ആയിട്ട് പോകും കേട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഏകദേശം 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇതിലും കിടലിനായിട്ട് നമുക്ക് വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ പോയത്. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 1:30-2 മണിയായിരുന്നു. ഹായ് അഞ്ജു ബേബി, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. ഞങ്ങളൊരു 9:30 ആയപ്പോഴാണ് എണീറ്റത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എണീറ്റു. ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ മരങ്ങളാണ് കേട്ടോ, ഫ്രൂട്ട്സൊക്കെയുള്ള. അവിടെയാണ് നമ്മുടെ ഗേറ്റൊക്കെ. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്നെ പരിപാടി? ഇന്നിപ്പോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. എങ്ങോട്ടാണെന്നൊന്നും പ്ലാൻ ഇല്ലല്ലോ. സഡൻ പ്ലാൻസ് ആണ് നമുക്ക്. ഞങ്ങൾ എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ലഞ്ച് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം. അതിനിടയിൽ ഭർത്താക്കന്മാരെ എവിടെന്നെങ്കിലും കണ്ടുവിട്ടുകയാണെങ്കിൽ കണ്ടുവിട്ടാം. ഹരീഷേട്ടനെയൊക്കെ വിളിച്ചായിരുന്നു. അവർ ഇന്നലെ ഇച്ചിരി സീനായിരുന്നല്ലേ. രാത്രിയിൽ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു നൂനു. പുലർച്ചെ 5 മണിക്ക്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പിരിയണം. അപ്പൊ ട്രിപ്പ് പെട്ടെന്ന് തീർന്നു പോയി. പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കൊറേ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങള് വൈകിട്ട് പുറത്തൊക്കെ പോയത്. ഒരു റിലാക്സേഷൻ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങാണേ. ബൈ. ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ പെരുമ്പാവൂരെത്തിട്ടോ. പെരുമ്പാവൂരെത്തി ബെന്നിക്കൊരു ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ 12:15 പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വിശക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണല്ലോ കഴിച്ചത്. അപ്പോൾ പിന്നെ ലഞ്ച് കുറച്ച് ലേറ്റ് ആക്കാതെ വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഏകദേശം 2 വന്നേക്കാണ്. ഞങ്ങളിനി വീട്ടിലേക്ക് വേണം. വീട്ടിൽ പിള്ളേര് ഹസ്ബൻഡ്മാരൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് പോയി ലഞ്ച് കഴിക്കാന്ന് വെച്ചു. അവരെയൊന്ന് ഹാപ്പി ആക്കാണ് അല്ലേ. നമ്മളെ കാണാതെ മിസ് ചെയ്തിരിക്കുകയാണല്ലോ. ഭയങ്കര മിസ്സിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം രാത്രിയിലൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഏകദേശം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. അപ്പോൾ എല്ലാവരോടും ബൈ വന്നേ. ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് ആണേ. എൻ്റെ ഇവിടെ അശ്വതി ഉണ്ട്. ഇന്ന് ഞാൻ ഗേൾസ് ട്രിപ്പ്, ഇന്ന് ഞാനൊരു ട്രിപ്പ് പോവാട്ടോ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ദിവസം ഒരു സ്റ്റേക്കേഷൻ പോലെ പോവാ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ. ഗേൾസ് ട്രിപ്പാണ്. ഈ നോയും ബേസിലും കോഴികൾ തന്നെ ഇൻട്രോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാ വെച്ചാ കോഴിനെ കൊണ്ട് ഞാൻ